നമസ്കാരം. മെറ്റ വാർത്ത മുക്കുന്നത് മേനോനെ വിമർശിച്ചാൽ മാത്രമല്ല, ലീഗന്മാരെയും ലീഗിന്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള കാളിമാരെ വിമർശിച്ചാൽ പോലും ആ വാർത്തകൾ ഇപ്പോൾ അപ്രത്യക്ഷമാവുകയാണ്. ഇത് വേറെ ആരെയും അനുഭവമല്ല. എസ് കഴിഞ്ഞ ദിവസം 1000 പള്ളികളുടെ കാളിയായിട്ടുള്ള പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു വാർത്ത കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് PM ശ്രീയുമായി ബന്ധപ്പെട്ട് പൊടുന്നനെ ഉണ്ടായ മനംമാറ്റത്തെക്കുറിച്ച് കൊടുത്ത വാർത്ത ഇപ്പോൾ നോക്കുമ്പോൾ നോക്കിയേ, ഫേസ്ബുക്കിന്റെ മെസ്സേജ് കിടക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ വാർത്ത അപ്രത്യക്ഷമായി. യജ്ജാതി അത്ഭുതമാണ്. കാര്യം നമ്മുടെ നാടിപ്പോൾ ഭരിക്കുന്നത് ജനാധിപത്യ രീതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ഇപ്പോ മാനസികമായിട്ട് ഇന്നലകളിൽ വരെ അവർ പുറത്ത് കാണിക്കുന്നത് മനുഷ്യരാണെങ്കിലും ഉള്ളാലെ അവർ തമ്പ്രാക്കന്മാരാണ്, അവർ രാജാക്കന്മാരാണ്, തറവാടികളാണ്, സുൽത്താന്മാരാണ്. ഈ നാട് ഭരിച്ചിരുന്ന സുൽത്താന്മാരും തമ്പ്രാക്കന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അവരൊക്കെ എന്താണ് പ്രത്യേകത? വിമർശനം ഞങ്ങളെ കൊണ്ട് സഹിക്കില്ല, ഞങ്ങളെ വിമർശിക്കാനേ പാടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എത്ര പരിധി വിട്ടുള്ള പ്രതികരണങ്ങളാണ് ഓരോ മന്ത്രിമാർക്കെതിരെയും ഈ പറയുന്ന മേനോൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നത്. ഇന്നിപ്പോ അവർക്കെതിരെ വിമർശനം വരുമ്പോഴാണ് കണ്ടോ, സ്ക്രീനിൽ കാണുന്നത് കണ്ടോ, ആ വീഡിയോ ഒരു കാരണവുമില്ലാതെ മെറ്റ നമുക്ക് പോലും ഒരു ഇൻഫർമേഷൻ തരാതെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ വിസ്മയം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം അവർക്കെതിരെ വരുന്ന നെഗറ്റീവ് വാർത്തകളെ കേന്ദ്രവുമായി ചേർന്ന്, കാര്യം കേരളത്തിന്റെ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം മെറ്റയായിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ബന്ധപ്പെടാൻ പറ്റില്ല. അത് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ IT വകുപ്പുമായി ബന്ധപ്പെട്ട് മെറ്റ ഇന്ത്യയും, അതായത് ഫേസ്ബുക്ക് ഇന്ത്യ, യൂട്യൂബ് ഇന്ത്യ തുടങ്ങിയവരുമായിട്ട് ഇവർ ഇപ്പോ രത്തൻ കേൽക്കറെ ബ്രിഡ്ജാക്കി അല്ലെങ്കിൽ പാലമാക്കിക്കൊണ്ട് ഓരോന്നും എടുത്ത് രത്തൻ കേൽക്കറിന്റെ വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. അത് നേരെ രത്തൻ കേൽക്കർ അദ്ദേഹത്തിന്റെ ഡൽഹി ബന്ധം വെച്ചിട്ടും പഴയ അദ്ദേഹത്തിന്റെ ഉള്ളിലെ RSSകാരനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രന്മാരെ കൊണ്ട് നല്ല വെടുപ്പിന് അത് ഡിലീറ്റ് ആക്കി കൊടുക്കുന്ന പണിയാണ് നടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എന്തുകൊണ്ട് മീഡിയ വണ്ണിന്റെ വാർത്ത ഡിലീറ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ വാർത്ത ഡിലീറ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ജനൻ TVയുടെ വാർത്ത ഡിലീറ്റ് ചെയ്യുന്നില്ല? അപ്പോ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ചില ചാനലുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് റിപ്പോർട്ടർ ചാനൽ, കൈരളി, T21 എന്ന പേജ് പൂട്ടിക്കളഞ്ഞു. ഇപ്പോൾ SV's വൈബ്സിന്റെ പോലും പേജിലെ വീഡിയോസ് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആരാണ് അതിന് നീക്കം നടത്തുന്നത്? അതൊരു വല്ലാത്തതൊരു അത്ഭുതമാണല്ലോ. അതായത് നമ്മുടെ നാട്ടിൽ ഭരിക്കുന്ന തമ്പ്രാനെ വിമർശിച്ചു കഴിഞ്ഞാൽ തമ്പ്രാൻ ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, അത്തരം കാര്യങ്ങൾ ഈ ലോകമേ കാണാൻ പാടില്ല എന്ന് അങ്ങ് കേന്ദ്രത്തിൽ ഇരിക്കുന്ന വ്യക്തി ഈ പാറ്റാ സമരത്തിന് ശേഷം മെറ്റക്കാരെയൊക്കെ വിളിച്ചു വരുത്തി മാപ്പ് പറയിച്ചതിന് ശേഷം അവരെ കൊണ്ട് വീഡിയോകൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന വേഗതയിൽ ഈ കാര്യം കൂടിയാണ് അങ്ങോട്ട് വിളിച്ചിട്ട് ഞങ്ങളെയും കൂടെ പരിഗണിക്കണേ, ഞങ്ങൾ നിങ്ങളാളാണേ, ആൻഡമാൻ ജയിലിൽ കിടന്ന പോലെ ഞാൻ അടുത്ത 5 വർഷം അങ്ങയുടെ അടിമയായി ജീവിച്ചോളാമേ എന്നുള്ള ഉറപ്പ് കൊടുക്കുമ്പോൾ നമ്മളാളാണ്, ശാഖയിലൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതുകൂടി പരിഗണിക്കൂ എന്ന് കേന്ദ്രന്മാർ കേരളത്തിന് ഒരു പ്രത്യേക പരിഗണന കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വീഡിയോകൾ ഇവർ അയച്ചു കൊടുക്കുന്ന ലിങ്ക് പ്രകാരം ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അതിന്റെ കാരണമോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലേഷൻ ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും വിമർശനങ്ങൾ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ അത് കേൾക്കാൻ പാടില്ല, അത്തരം കാര്യങ്ങളൊന്നും ജനങ്ങൾ അറിയാതെ ഞാൻ മഹാനാണെന്ന് എങ്ങനെയാണ് കേന്ദ്രം ഭരിക്കുന്ന സതീശൻ സമൂഹ മാധ്യമങ്ങളിലൂടെയെല്ലാം തങ്കപ്പെട്ട വീഡിയോകൾ പുറത്തുവിടുകയും അദ്ദേഹത്തിനെതിരെ വിമർശനം വരുന്നതെല്ലാം ഡിലീറ്റ് ചെയ്യിച്ചുകൊണ്ട് എന്താണോ അവിടെ ചെയ്യുന്നത് അതിന്റെ സ്മോളർ വേർഷനാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം. കേരളം പതിയെ സംഘപരിവാറിന് അടിയറവ് വെച്ചിട്ട് അവിടുത്തെ രാജാവായി, പണ്ട് ബ്രിട്ടീഷുകാർക്ക് വിധേയപ്പെട്ട് ചിലരെല്ലാം രാജ്യം ഭരിച്ചിരുന്ന പോലെ കേന്ദ്രന്മാർക്ക് വിധേയപ്പെട്ട് അവരുടെ അടിമകളായി നിന്ന് ഈ നാട് ഭരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം നല്ല ഉണ്ണിയാണെന്ന് മാത്രം നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വായ്മൂടി കെട്ടുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. അത് അവർക്കെതിരെ നിലകൊള്ളുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ഈ ഒരു ഇടപെടൽ കാണുമ്പോൾ എത്രമാത്രം പേടിത്തൊണ്ടന്മാരാണ് ഇവരെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അല്പം പോലും വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാൻ ഒരു നല്ല ഉണ്ണിയാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിലൂടെ ഇല്ലാത്ത കൃത്രിമങ്ങൾ ചിത്രീകരിച്ച് എത്തിക്കാനുള്ള പരിശ്രമമാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നോക്കിയാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ നോക്കിയാലും രണ്ടും ഈക്വൽ ആയിട്ടും ഒരേ വേവ് ലെങ്തിൽ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും.